നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്നലെ പ്രേമിച്ച് ഇന്ന് ചാടുകയാണെന്ന്? അല്ല. പ്രേമം തുടങ്ങി ചാട്ടത്തിൻ്റെ ഇടയിൽ ചുരുങ്ങിയത് 5 കൊല്ലാണ്, 1-2 കൊല്ലല്ല, ചുരുങ്ങിയത് 5 വർഷം ഉണ്ടാവും തുടങ്ങിയിട്ട്. ബാപ്പാക്കും ഉമ്മാക്കും ഒഴിവുണ്ടായില്ല ശ്രദ്ധിക്കാൻ, വേറെ കുഴപ്പമൊന്നുമില്ല. അതാ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഒന്നും സംഭവിക്കില്ല. എങ്ങനെ ശ്രദ്ധിക്കുക? നേരത്തെ പറഞ്ഞ മാതിരി അടയാളം ശ്രദ്ധിക്കണം. ഉമ്മാൻ്റെ മുമ്പിൽ ഒരു കാര്യം ഒരു കുട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഉമ്മയാണെങ്കിൽ, പേറ്റ ഉമ്മയാണെങ്കിൽ ഉമ്മാൻ്റെ മുമ്പിൽ ഒരു കുട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല. ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടും, പക്ഷെ ഉമ്മ അറിയാത്ത മാതിരി ഇരിക്കുകയാണ്. ഉമ്മാരറിയാതെ ഒരു കുട്ടിയും ചാടണില്ല, പക്ഷെ ചാടണിൻ്റെ കാരണം ഉമ്മയല്ല, വാപ്പയാണ്. നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ ഞാനീ പറഞ്ഞത്, പെൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം ഉമ്മയല്ല, ആരാണ്? വാപ്പയാണ്. അതേ സമയത്ത് ഉമ്മ അറിയാതെ പെൺകുട്ടി കേടുവരില്ല. മനസ്സിലാകണില്ല പഠിച്ചോനെ? കുടുങ്ങില്ല റബ്ബേ. 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഞങ്ങളെ സ്കൂളിലുണ്ട് നല്ലോണം പഠിക്കണ ഒരു ചെറുക്കൻ, ഓൻ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓല സ്കൂളിൽ നല്ല പഠിക്കണ ഒരു ചെറുക്കണ്ടായതിന് നമുക്ക് വല്ല എതിർപ്പുണ്ടോ? ഞങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. പക്ഷെ നമ്മളെ 8ാം ക്ലാസ് പഠിക്കണ പെൺകുട്ടി അത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിൽ ആ നല്ലോണം പഠിക്കുന്ന ആൺകുട്ടിയെ എൻ്റെ പെൺകുട്ടി ആകർഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം. ഇതൊരു സൂചനയാണ്. ശരിയായിരിക്കാം, ശരിയല്ലാതെയും ഇരിക്കാം. പക്ഷെ ശരിയാണോ സൂചനയാണോ എന്ന് പേടിയുള്ള പെണ്ണിനെ ഉമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. വൈകുന്നേരം പേടി അടച്ചങ്ങാണ്ട് വാപ്പ വന്നു. ചോറ് ഇരിക്കണ സമയത്ത് ചോറ് ഇങ്ങനെ ഏകദേശം കഴിയാൻ നേരത്ത് ഉമ്മ പറഞ്ഞു വാപ്പാട്, പിന്നെ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു? ചോറ് കഴിയാൻ നേരത്തെ പറയാൻ പാടുള്ളൂ കേട്ടോ, വന്നേക്കിന് എന്നെ പറയരുത്. വാപ്പാരിങ്ങനെ പോയിട്ട് ഇടങ്ങേറൊക്കെ ആയിട്ട് വരുമ്പോൾ ചോറ്റിക്കൊണ്ട് കയ്യുത്തുമ്പോൾ പറയും, നമ്മളെ മറിയമ്മൂനൊന്ന് കെട്ടിച്ചണ്ടേ. അതോടുകൂടി ആ ചോറിറങ്ങൽ നിന്നു. കഴിയാൻ നേരത്ത് പറയാം. എന്ത് പറയാ? ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോഴേ ഓല സ്കൂളിൽ നല്ല പഠിക്കണ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്, ഒരു ആൺകുട്ടി. എനിക്കെന്തോ ഒരു പന്തി കേട് തോന്നുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാട്. അപ്പോൾ വാപ്പ പേടിയുണ്ടെങ്കിലും പേടി കാണിക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കണം. ഒന്നും ഉണ്ടാവില്ലടി എന്നും പറഞ്ഞാൽ ഒരു സമാധാനിപ്പിക്കൽ. പക്ഷെ ഉള്ളിൽ ചെറിയൊരു ചൂടിങ്ങനെ വേണേനും. എന്താ റബ്ബേത്? 5ാമത്തെ ദിവസം പെണ്ണ് വന്നിട്ട് വീണ്ടും പറഞ്ഞു, ഉമ്മ 9:25 ബസ്സിൽ ഭയങ്കര തിരക്കാ, ഞാൻ 9:35 ബസ്സിലാണ് പോണത്, അതിൽ തിരക്ക് കുറവാണ്. ആയിക്കോട്ടെ, തിരക്കില്ലാത്ത ബസ് തന്നെയാണ് പോകേണ്ടത്, നമുക്കും തിരക്കി പോകണമെന്ന് അഭിപ്രായമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നേരത്തെ പറഞ്ഞ ആ പഠിക്കണ കുട്ടിയും ഈ 9:35 കൂടി എന്തെങ്കിലും ബന്ധം ഉണ്ടാവുക റബ്ബേ എന്ന് പേടിക്കുന്ന പെണ്ണിനെ ഉമ്മാന്ന് പേരിടാൻ പറ്റുള്ളൂ. അല്ലാത്തതിന് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റും. പുതിയണ്ണ് എന്നൊക്കെ പറയാൻ പറ്റും. പുതിയണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ്. വാടകയ്ക്ക് തുണിയും കുപ്പായും കിട്ടും, അത് കൊണ്ടുവന്നാണ്ട് ഇടുക. കുറച്ച് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയാൽ മതി, അതും തേച്ചാൽ പുതിയണ്ണായി. ഇമ്മയാവാനാവും നടക്കൂല. മൈലാഞ്ചി വെച്ച അമ്മയാവോ? ഇമ്മയാവാൻ കുറച്ച് പേടിയും ബേജാറൊക്കെ ഉണ്ടാകണം. അപ്പം അങ്ങനെ വാപ്പ പിറ്റേന്ന് വന്ന് അന്നും ചോറയിക്കാൻ വന്നപ്പോൾ മുമ്പ് പേടി അടച്ചങ്ങാണ്ട് അല്ലെങ്കിൽ കന്നൂട്ട് കഴിഞ്ഞാണ്ട് വന്നപ്പോൾ പറഞ്ഞു, മോള് പിന്നെ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, 9:35 നാളെ പോണത് എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്നാൾ വേറെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, നല്ല പഠിക്കണ ഒരു ആൺകുട്ടി ഉണ്ട് എന്ന്. അതിൻ്റെ മുന്നേ നല്ല പാട്ടിടുന്നൊരു കുട്ടി ഉണ്ട് എന്ന് വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നാവോ എനിക്കൊരു ബേജാറ് എന്നും വാപ്പാട് പറഞ്ഞു. അപ്പോൾ വാപ്പാക്ക് ഉള്ളിലൊരു പേടി മൂപ്പർക്ക് ഉണ്ടെങ്കിലും മൂപ്പര് അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് സമാധാനപ്പെടുത്തി. പിറ്റേ ദിവസം കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം പീടിക്ക് പോകും പോലെ വാപ്പ പെരേന്നിട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നങ്ങാണ്ട് ഒഴിഞ്ഞിട്ടൊന്നിങ്ങനെ നിൽക്കുക. 9:35 എന്താ നടക്കണതെന്നൊന്ന് നോക്കുക. കാര്യമായിട്ടൊന്നുമില്ല. എന്നാലേ പെൺകുട്ടി മുന്നത്തെ ഡോറിൽ കൂടിയാണ് കയറുമ്പോൾ
വാപ്പ ബാക്കത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് 10 ഉറുപ്പ്യം കൊടുത്തുങ്ങാണ്ട് കമ്പിമ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. തിരക്ക് കുറവന്നെയാണോ എന്നൊന്ന് നോക്കാൻ ഒഴിവുള്ള മീശക്കാരനെ വാപ്പ എന്ന് പറയാൻ നിർവാഹമുള്ളൂ. അല്ല അന്നും കച്ചവടം തന്നെയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഈ പരിപാടി നടക്കൂല കേട്ടോ. അല്ല ഒരു ദിവസമൊക്കെ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ള ആൾക്ക് ബാപ്പ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് 3 പ്രാവശ്യം 5 പ്രാവശ്യം ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒരു കുട്ടിയും ചാടൂല. അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താതെ ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചാടാൻ കഴിയൂല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ പെൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണമൊട്ട് ഉമ്മയല്ലേനും അത് വാപ്പേണേനും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. പലയിടത്തും ഉണ്ട്. സൂറത്തുർ റൂമിൻ്റെ 21-ാമത്തെ ആയത്തിൽ ഏതായാലും ഉണ്ട്. അള്ളാഹു മനുഷ്യനെ ഇണയായിട്ടാണ് പടച്ചത്. ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും എപ്പോഴും ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് വിവാഹം വരെ പെണ്ണിൻ്റെ പിന്തുണ നൽകുന്നത് ഉമ്മയാണ്. വിവാഹത്തിന് ശേഷം ഭാര്യയാണ്. ഭാര്യയുടെ മരണശേഷം പെൺമക്കളാണ്. ഭാര്യമാർ മരിച്ച ഏതെങ്കിലും വാപ്പാർ പെരയിലുണ്ടെങ്കിൽ നോയിക്കോളി, പെൺകുട്ടികൾ വിരുന്ന് വരുന്ന അന്നേ ഓൽക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം, ഇടക്കൊന്ന് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം. ഇടക്ക് വാപ്പാനൊന്ന് പെങ്ങന്മാരോടക്ക് കുറച്ച് ദിവസം ആക്കി കൊടുക്കും വേണം. കാരണം ആണിന് ഒരു പെണ്ണിൻ്റെ പിന്തുണ വേണം. അത് ജനനം മുതൽ ആൺകുട്ടികൾക്ക് കല്യാണം വരെ ഉമ്മ നൽകും, കല്യാണശേഷം ഭാര്യ നൽകും, ഭാര്യയുടെ മരണശേഷം പെൺമക്കളായിരിക്കും ആ പിന്തുണ നൽകുന്നത്. ഇങ്ങനൊരു പിന്തുണ ഉണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് കല്യാണം വരെ ഈ പിന്തുണ നൽകേണ്ടത് വാപ്പയാണ്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ മുട്ടായിപ്പൊതി കൊണ്ടെന്നാൽ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം. എല്ലാ ഫിഖിൻ്റെ കിതാബും പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിയിൽ നിന്ന് മുട്ടായിപ്പൊതി കൊണ്ടുവരുമ്പോൾ പെൺകുട്ടിയുടെ കൈവശമാണ് കൊടുക്കേണ്ടത്. അത് കല്യാണം വരെ വാപ്പയാണ്. വാപ്പമാര് അണഞ്ഞുകൂട്ടി പിടിച്ച് മൂർധാവിൽ ഉമ്മ വെക്കുന്ന പെൺകുട്ടി ചാടിപ്പോകൂല. അപ്പൊ ചാടണേൻ്റെ കാരണം വാപ്പയാണ്. എന്നാൽ സൂചന കിട്ടും ഉമ്മാക്കാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ആൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം ഉമ്മയാണ്. കോളേജ് വിട്ടാണ്ട് ആൺകുട്ടികളെ കൂടെ വരിക, അടുക്കളയിൽ കൂടെ വരിക, പെൺകുട്ടികളെ കൂടെ വരിക, സിറ്റൗട്ട് കൂടെ വരിക. കോളേജ് വിട്ട് വരുമ്പോൾ പെൺകുട്ടികൾ സിറ്റൗട്ട് കൂടെ വരിക, ആൺകുട്ടികളോ മെല്ലെ പോയിട്ട് അടുക്കളയുടെ അത് എങ്ങനെ കയറി വരിക ചെയ്യുക. എന്താ കാരണം? ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ പിന്തുണയാണ് വേണ്ടത്, പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ പിന്തുണയാണ് വേണ്ടത്. ഇതന്നെ സംഗതി അറിയണത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് രണ്ടാമത്തേത് ശരീരത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം. ഇനി മൂന്നാമത്തേത് സ്വഭാവത്തിൻ്റെ പരിപാലനം. സ്വഭാവം പരിപാലിക്കുക എന്താ? ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അത് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന് മര്യാദ, മറ്റൊന്ന് ശീലം. 2 കാര്യമാണ് സൂക്ഷിക്കേണ്ടത്. മര്യാദ ക്ലിയറാക്കിയാൽ ആരാധനകൾ, ഇബാദത്തുകൾ ക്ലിയറാകുന്നതാണ്. മര്യാദ റെഡിയായാൽ ഇബാദത്ത് ക്ലിയറാവും. നമ്മളെല്ലോ മര്യാദയും പോകുക എപ്പോഴാണ്? നിങ്ങൾ തിന്നാൻ കണ്ടാലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? നമ്മളെല്ലാം മര്യാദ എപ്പോഴാണ് പോവുക? തിന്നാണ്. ഇപ്പം ഇവിടെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം അച്ചടക്കും പോകും. ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഇവിടെ കൊടുത്താൽ മതി. തിന്നാൻ കണ്ട. അതുകൊണ്ട് തന്നെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയാണ്. അതുകൊണ്ട് മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ തിന്നാൻ പഠിപ്പിക്കണം. ഇസ്ലാം പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചാലാണ് മര്യാദ ഉണ്ടാകുക. ഭക്ഷണത്തിലെ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും. രണ്ടാമത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാകുന്നു. ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പരിപാലനത്തിലും വരും, സ്വഭാവത്തിൻ്റെ പരിപാലനത്തിലും വരും. കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക എന്നാണ്. ഈ ഭക്ഷണം നന്നാകുക എന്ന് പറഞ്ഞാലേ തൊയ്യിബായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തൊയ്യിബാകുക എന്ന് പറഞ്ഞാൽ ഹലാലായാൽ പോരാ. തൊയ്യിബാകാൻ ഹലാൽ വേറെയാണ്, തൊയ്യിബ് വേറെയാണ്.
തൊയ്യീബുകൾ എല്ലാം ഹലാലായിരിക്കും, ഹലാല് മൊത്തം തൊയ്യീബല്ല.